കാലാകാലങ്ങളായുള്ള വീഴ്ച ഇതിലുണ്ട്, സംവിധാനത്തിന്റെ പരാജയമുണ്ട്. അത് മാറ്റുക എന്നതാണല്ലോ നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് വിശ്വസിച്ചാണല്ലോ നിങ്ങളെ ജനങ്ങൾ അധികാരത്തിലേറ്റിയിരിക്കുന്നത്. നോക്കൂ, എന്നിട്ട് ആ വകുപ്പ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മറ്റ് സമവാക്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ജ്ഞാനവും ഇതിലില്ലാത്ത ഒരു വ്യക്തിക്കാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് ആ വകുപ്പ്. അദ്ദേഹം അതിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒന്ന് എത്താനോ അവരുടെ പരാതികൾ കേൾക്കാനോ പോലുമുള്ള ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ശബ്ദങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ കടന്നൽ കൂട്ടങ്ങൾ ആക്രമിച്ചില്ലാണ്ടാക്കാൻ നോക്കുകയാണ്. കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണല്ലോ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതിനെതിരെ ഒരു ശബ്ദം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ടോ? അവർ സംസാരിച്ചപ്പോൾ അവരെ വേട്ടയാടി കൊല്ലാൻ നോക്കുകയാണ്. ഇന്ന് അതിനെതിരെ അവർക്ക് സംസാരിക്കേണ്ടി വരികയാണ്. ഈ സമീപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പോസിറ്റീവ് ആണെന്ന് കരുതാൻ പറ്റുമോ? മിഷൻ സമുദ്ര പോലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളും അജ്ഞാത ഇൻവെസ്റ്ററുകളുമായിട്ടുള്ള ചർച്ചകളും നടന്നാൽ മതിയോ? തീരമേഖലയ്ക്ക് ഏറ്റവും അടിസ്ഥാനത്തിൽ വേണ്ട അവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടേ ജിൻഡോ? തീർച്ചയായിട്ടും രേണു പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു മാത്രമല്ല, അത് ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇതിന് പരാതി പറയുന്ന ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലപാട് ആരെടുത്താലും അത് തെറ്റാണ്. അത് ശരിയായ മാതൃകയല്ല. പക്ഷെ ഇത്തരം ശരിയല്ലാത്ത മാതൃകകളുടെ കുറെ കാലങ്ങളുടെ അതിന്റെ ചില പഴക്കം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിലൂടെയൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് 100% ഞാൻ യോജിക്കുകയാണ്. നിന്നോ പറഞ്ഞതിനോട് യോജിക്കാൻ കാരണം, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസും UDF നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ വീണ്ടും എടുത്ത് കൃത്യമായിട്ട് പറയുകയാണ്, ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ചെയ്തതിനേക്കാൾ കുറവായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇനി കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ സമയത്തിനുള്ളിൽ ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട്, ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ പോലും പല ആളുകളും വ്യക്തിപരമായിട്ട് പരാതി ഉന്നയിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന നിലപാട് നമ്മൾ കാണുന്നുണ്ട്. ഈ സൈബർ സംഘങ്ങളിലുള്ള ആളുകളുടെയൊക്കെ ഉത്തരവാദിത്തം വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി ഏറ്റെടുക്കാൻ പ്രയാസമുണ്ട്. അതിനപ്പുറത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു അത്തരത്തിൽ മോശപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് എക്കോ വരുന്നുണ്ട്. നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നമുക്ക് തിരുത്താനും നടപടികൾ സ്വീകരിക്കാനും കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുരേഷ് കുമാർ പറഞ്ഞത് 5 ദിവസം കഴിഞ്ഞാണ് തെരച്ചിൽ നടപടി ആരംഭിച്ചത് എന്ന്. അതിവൈകാരികമായിട്ട് കള്ളം പറയരുത്. അങ്ങനെയല്ല സംഭവിച്ചത്. തെരച്ചിൽ നടപടികൾ ആരംഭിച്ചു. പക്ഷേ കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നതെന്ന് പറഞ്ഞത് ലിനോയ് കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നു. കാര്യക്ഷമം എന്നുള്ള വാക്കുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ 5 ദിവസത്തിന് ശേഷമാണ് തെരച്ചിൽ ആരംഭിച്ചത്. എനിക്ക് എക്കോ വരുന്നു. എക്കോ ഇല്ലാതാക്കാൻ ഞാൻ PCR-നോട് പറയാം ഇടപെടാൻ. പറഞ്ഞോളൂ ജിൻഡോ, പറഞ്ഞോളൂ. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. കഴിഞ്ഞ 10 വർഷക്കാലം 160 ആളുകൾ മിസ്സിംഗ് ആണ് കടലിൽ. ഈ 160 പേരെ കണ്ടെത്താനായിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ഉപയോഗിച്ചു, മറൈൻ ആംബുലൻസ് ഉപയോഗിച്ചു, പല സംവിധാനങ്ങളും, സ്കൂബ ഡൈവിംഗ്, മറ്റു പല സംവിധാനങ്ങളും ഉപയോഗിച്ചു. ഞാൻ ചോദിക്കട്ടെ സുരേഷ് കുമാറിനോട്, കഴിഞ്ഞ 10 വർഷക്കാലം എന്തുകൊണ്ടാണ് 160 പേരെ കടലിൽ കാണാതായിട്ട് തിരിച്ചെത്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോയത്? അത് പിണറായി വിജയന്റെ വ്യക്തിപരമായ ഒരു കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? സുരേഷ് കുമാർ എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള, ഇപ്പോ ഇന്നോ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, നമ്മുടെ കയ്യിലുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. നമ്മൾ ലോകത്തിന്റെ മുമ്പിലേക്ക് വളർന്നു, അതാണ് ഇതാണെന്നൊക്കെ PR സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ വളരെ പരിമിതമാണ്. ഇനി ആ സമയത്ത് ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടത്തിൽ അലമുറയിട്ട് കരയും, സർക്കാരിനെ വിമർശിക്കും, രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. അത് മനസ്സിലാകാതെ അവരെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമില്ലെന്നേ.
അത് കേരളത്തിന്റെ ഒരു ദുര്യോഗമാണ്. അതുകൊണ്ട് ഞാൻ പതിച്ചു പറഞ്ഞു അല്ലെങ്കിൽ പതുക്കെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരു നടപടിയെ ന്യായീകരിക്കുന്നതാണെന്ന് ഒരു തെറ്റിദ്ധാരണ സുരേഷ് കുമാറിന് വേണ്ട. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയ്ക്ക് ചാനലിൽ വന്നിരുന്ന് പറയൂ എന്നുള്ള കാര്യം നിർബന്ധമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം വ്യത്യസ്തമായിട്ട് പറയാനും ധൈര്യം എനിക്കുണ്ട്. സുരേഷ് കുമാറിനെ പോലെ 10 വർഷക്കാലം ഭരിക്കുന്ന സർക്കാരിന് അടിമപ്പണി ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഈ സർക്കാരിന്റെ കാലത്ത് തെറ്റായ ഒരു വഴക്കമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവമുണ്ട്, അത് നാളെയുമുണ്ട്. അതിന്റെ പേരിൽ ഒരു തരത്തിലും പുറത്താക്കപ്പെടുമെന്നുള്ള ഒരു ഭീഷണിയും എനിക്കില്ല, അതിലൊരു പേടിയുമില്ല. പിന്നെ ഒരു കാര്യം പറയാം, വി.ഡി. സതീശൻ സർക്കാരിന്റെ നയപരിപാടികളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, ഞങ്ങൾ തിരുത്തും. അതിനൊരു പരിമിതിയും ഞങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ആ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട മനുഷ്യർ ഇപ്പോഴും തീരത്ത് കണ്ണീരൊഴുക്കി കാത്തിരിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി 10 വർഷം നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് മാൻഡേറ്റ് കിട്ടിയില്ല എന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് ഞങ്ങൾക്കുടെ പ്രവർത്തനങ്ങൾക്ക് ഉള്ളത് മാത്രമായിരുന്നില്ല, നിങ്ങളുടെ വീഴ്ചയ്ക്കുള്ള ഫലം കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഈ 3 മാസത്തിനുള്ളിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും കുറെ കുറവുകളുണ്ട്. ആ കുറവുകളുടെ സാങ്കേതികവും മറ്റു തരത്തിലുള്ള എല്ലാ പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പോലും ആ മനുഷ്യരുടെ സങ്കടത്തെ കാണാതെ അഭിപ്രായം പറയുന്നത് ഒരു തരത്തിലും കോൺഗ്രസിന്റെ രാഷ്ട്രീയമല്ല. അങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ അതിനോട് യോജിപ്പുമില്ല. അത് ഉറച്ചു പറയാൻ ഒരു ധൈര്യക്കുറവുമില്ലെന്നേ. സുരേഷ് കുമാറിനെ പോലുള്ള ആളാണ് ഞാൻ. സുരേഷ് കുമാർ തെറ്റിദ്ധരിക്കരുത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 469 പേർ മരിച്ചു. 469 പേർ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ്? നിങ്ങൾ ആരിലാണ് കെട്ടിവെക്കാൻ പോകുന്നത്? അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഇപ്പൊ നീനോ തന്നെ പറഞ്ഞില്ലേ, അവിടെ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ 10 വർഷക്കാലം തുടർന്ന അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ യാതൊരു വകതിരിവുമില്ലാതെ ഇത്തരത്തിലുള്ള മനുഷ്യരോട് ഇടപെടുമ്പോൾ അത് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ, അത് തെളിവ് സഹിതം ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നടപടിയെടുത്തു. ഇനിയും അങ്ങനെ നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ, അതിൽ വേഗത്തിലുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ ആർജവത്തോടെ എടുക്കാനുള്ള ശക്തി കേരളത്തിലെ വി.ഡി. സതീശൻ സർക്കാരിനുണ്ട്. ശരി ശരി ജിൻഡോ, വളരെ നല്ല രീതിയിലുള്ളൊരു സമീപനമാണ് അതിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.